KR സാജുവിലേക്കൂടെ പോവുകയാണ്. KR സാജു, KC വേണുഗോപാൽ അടക്കം പറയുന്നു സംഘടനാ കാര്യമായ കേരളത്തിന്റെ സംഘടനാ കാര്യങ്ങൾ ഒന്നും തന്നെയും രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടില്ല, അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഒരു വശത്ത് KC വേണുഗോപാൽ അങ്ങനെ പറയുമ്പോൾ മറുവശത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു നേതാക്കൾ പക്വത കാണിക്കണം എന്ന തരത്തിലുള്ള പരാമർശം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ ഈ അധ്യക്ഷ പദവിയെ ചൊല്ലി പല അസ്വാരസ്യങ്ങളും പല കോണുകളിൽ നിന്നും പോഷക സംഘടനകളിൽ നിന്നടക്കം ഉയർന്നു വരികയാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? അജി, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം അനിവാര്യമായിരിക്കുന്നു എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് കേരളത്തിന്റെ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകളുടെ ഒരു സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ നാട്ടിലെ PCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുമാണ്. ആ സമ്മർദ്ദങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അപ്പോൾ പോലും KPCC അധ്യക്ഷനെ മാറ്റുന്നില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും, തിങ്കളാഴ്ച ദിവസം തന്നെ തീരുമാനമെടുക്കുമെന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, അധ്യക്ഷനെ മാറ്റാൻ തീരുമാനിച്ചാലും തുടരാൻ അനുവദിച്ചാലും അത് നിങ്ങളെ അറിയിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഒരു PCC അധ്യക്ഷൻ തുടരുകയാണെങ്കിൽ അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കേരളത്തിൽ സംഘടനാ തലത്തിൽ നേതൃമാറ്റം നടത്താൻ AICC തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. അവിടെയാണ് K സുധാകരന്റെ ഇന്നലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം. അതുണ്ടാക്കാവുന്ന ഒരു സമ്മർദ്ദവും ആശയക്കുഴപ്പവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതും ഉള്ളത്. അതേ സമയത്ത് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ K മുരളീധരനെ പോലെയുള്ളവർ പരസ്യമായി നേതൃമാറ്റ ചർച്ചകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. Xനെ മാറ്റി Yയെ വെച്ചിട്ട് കാര്യമില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടു. അതിനെയാണ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരുണ്ടാക്കാവുന്ന അനിശ്ചിതത്വവും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കാവുന്ന ആശയക്കുഴപ്പവുമുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ AICC നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത്. അജി, ഒപ്പം തന്നെ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ വരുന്ന ഒരു പ്രധാന വിമർശനമാണ് മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആൾക്ക് അധ്യക്ഷ പദവി നൽകാൻ പാടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പോഷക സംഘടന നേതാക്കൾ അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്കാണോ AICC ഈ ഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അധ്യക്ഷ പദവിയെ പറ്റി? അജി, ഇത് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരുകൾ അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ട പേരുകൾ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാണ് എന്നുള്ളതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ചില വോട്ട് ചോർച്ചകളുണ്ട്. അത് പരിഹരിക്കാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. പലവിധ സാമുദായിക സമവാക്യങ്ങൾ ഉൾച്ചേർന്നതാണ് എപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് നമുക്കറിയാം. ആ സാമുദായിക സമവാക്യങ്ങൾ ചേരുംപടി ചേർക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് ഉജ്ജ്വലമായ വിജയം നേടി വന്നിട്ടുള്ളത്. അതായത് ആ സാമുദായിക സമവാക്യങ്ങൾ കോൺഗ്രസിനായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലാണ് കോൺഗ്രസ് ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ളതെന്ന് ചരിത്രമാണ്. അപ്പോൾ കോൺഗ്രസ് അവരിൽ നിന്നും അകന്നുപോയിട്ടുള്ള പരമ്പരാഗത വോട്ട് ബാങ്കിലെ അവരിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരാൾക്ക് പാർട്ടിയുടെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ